അഭിനയിക്കാൻ തീരെ അറിയാത്ത ഒരു നടൻ. ഇന്നുവരെ പുള്ളിയെ ഒരു സീനിൽ കാണിക്കുമ്പോൾ അയാൾ ക്യാമറയ്ക്ക് മുന്നിൽ ആംഗിളുകൾ മാറാതെ നിരവധി ആളുകളുടെ മുന്നിൽ അഭിനയിച്ചതാണിതെന്ന് വിശ്വസിക്കാൻ കഴിയാറില്ല. മലയാള സിനിമയുടെ സ്വന്തം അമ്മാവൻ ശ്രീ ശങ്കരാടി. 700-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു മുതിർന്ന മലയാള ഹാസ്യ നടനും സ്വഭാവ നടനുമായിരുന്നു അദ്ദേഹം. 1970-80കളിൽ അടൂർ ഭാസി, ബഹദൂർ എന്നിവരോടൊപ്പം ഒരു ഹാസ്യ നടനായ അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്ത് ആധിപത്യം സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹം സ്വഭാവ വേഷങ്ങളിലേക്ക് മാറി. ശങ്കരാടി എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി. സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശങ്കരാടി രാഷ്ട്രീയം, പത്രപ്രവർത്തനം, നാടകം എന്നിവയിൽ കുറച്ചുകാലം മുഴുകി. അദ്ദേഹം നേരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നിരുന്നു. എന്നാൽ പിന്നീട് അവിഭക്ത നാഷണൽ പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഥവാ CPIയുടെ കാർഡ് ഉടമയായി. എന്നിരുന്നാലും 1964-ൽ CPI പിളർപ്പിന് ശേഷം അദ്ദേഹം തൻ്റെ പാർട്ടി കാർഡ് തിരികെ നൽകുകയും നാടകത്തിലേക്ക് തിരിയുകയും ചെയ്തു. ബറോഡയിൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് ശങ്കരാടി ബറോഡ റെയിൽവേസിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ ചേർന്നത്. മുംബൈയിൽ നിന്നുള്ള ദ ലിറ്റററി റിവ്യൂ എന്ന പത്രത്തിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്നതിനായി അദ്ദേഹം പഠനം ഉപേക്ഷിച്ചു. 1960കളുടെ മധ്യത്തിൽ കേരളത്തിൽ നാടകരംഗത്ത് പ്രവർത്തിച്ച ശങ്കരാടിയെ സിനിമയിലേക്കുള്ള ചുവടുവയ്പ്പിന് സജ്ജമാക്കി. കുഞ്ചാക്കോയുടെ കടലമ്മയിലൂടെ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം മരണം വരെ അദ്ദേഹം മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തുടർന്നു. 1968-ൽ P. വേണു സംവിധാനം ചെയ്ത മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുനീള ഹാസ്യചിത്രമായ വിരുദ്ധൻ ശംഖുവിൽ അദ്ദേഹം അഭിനയിച്ചു. 1969-71-ൽ ശങ്കരാടി മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന അവാർഡ് നേടി. പ്രേം നസീറിനോടൊപ്പം 300-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചതിൻ്റെ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. മേമന പരമേശ്വരപിള്ളയുടെയും ശങ്കരടിയിൽ തോപ്പിൽ പറമ്പിൽ ജാനകി അമ്മയുടെയും മകനായി 1924-ൽ കൊച്ചിയിലെ ചേറായിയിൽ ജനിച്ചു. അദ്ദേഹത്തിന് ബാലൻ മേനോൻ, സരോജിനി, ലക്ഷ്മിക്കുട്ടി, ഇന്ദിര എന്നിങ്ങനെ 4 സഹോദരങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഇൽ ഉപേക്ഷിച്ച് ചങ്കരടി എന്നതിനെ ശങ്കരാടി ആക്കി മാറ്റി. ചങ്കരടിയിൽ എന്ന തൻ്റെ മാതൃവംശനാമത്തിൽ നിന്ന് ശങ്കരാടി എന്ന സ്ക്രീൻ നാമം സ്വീകരിച്ചു. 1980-കളുടെ അവസാനത്തിൽ ശാരദയെ വിവാഹം കഴിക്കുന്നതുവരെ ശങ്കരാടി വളരെ കാലം അവിവാഹിതനായി തുടർന്നു. ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു. തൻ്റെ സിനിമാ ജീവിതത്തിലുടനീളം അദ്ദേഹം തൻ്റെ വീട്ടുപേരായ ശങ്കരാടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 2001 ഒക്ടോബർ 8-ന് രാത്രി 10 മണിക്ക് ചേറായിലെ വീട്ടിൽ വെച്ച് 77 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അന്തരിച്ചു. മരണം വരെ കുറച്ചു നാളായി അദ്ദേഹം രോഗബാധിതനായിരുന്നു. പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിച്ചു. ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം.